ഞാനൊരു മഹാസംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പ്രദീപിന്റെ വീട്ടിലാണ്. പ്രദീപേ, നമസ്കാരമുണ്ട്. അതെ, കുറെ ആളെ കണ്ടിട്ടല്ലേ? എങ്ങനെ പോകുന്നു ജീവിതം? അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സംഭവം മറ്റൊന്നല്ല, ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്. ആ ഒരു കിണറിനെ പറ്റി പറയാനാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാലൂരാണ്. മാലൂർ പോലീസ് സ്റ്റേഷൻ്റെ കുറേ മുകളിലോട്ടായിട്ട് വരും. അതുപോലെ ചിത്രപീഠം മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അത്ഭുതം നടന്ന ഒരു സംഭവം കാണിക്കാനാണ്. 2016 ഈ വീട്ടിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കിണർ കുഴിക്കാൻ വേണ്ടി വളവട്ടണത്തുള്ള അബ്ദുൾ മജീദ് എന്ന ഒരാളെ, ഈ കിണറിന് സ്ഥാനം കാണുന്ന ഒരാളെ വിളിച്ച് അല്ലേ. അപ്പൊ അവരെ വിളിച്ചിട്ട് അവരിങ്ങനെ കയ്യിൽ തേങ്ങ ഇങ്ങനെ നല്ല ഉരിച്ച തേങ്ങ എടുത്തിട്ട് നല്ല ക്ലീനാക്കിയ തേങ്ങ, അതിനെ കൊണ്ടാണ് സ്ഥാനം കാണുന്നത്. അപ്പൊ ആ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ മൊത്തം ചുറ്റി, പറമ്പ് മൊത്തം ചുറ്റിയപ്പോൾ ഈ ഒരു സ്ഥാനത്ത് വന്നിട്ട് അങ്ങ് പെട്ടെന്ന് വീണ് അല്ലേ, തെറിച്ച് വീണ്. അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ ഭയങ്കര വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെള്ളമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് 2016 ഏപ്രിൽ 29 അല്ലേ, ഏപ്രിൽ 29 തുടങ്ങിയ ആ വെള്ളം ഇതുവരെയും നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മോട്ടറിലൂടെയല്ല വരുന്നത്, അത് തനിയെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. അപ്പൊ ഇത്രയും വർഷം, ഇപ്പൊ 8 വർഷത്തെ പിറന്നാൾ ആഘോഷിക്കാൻ ഏപ്രിൽ 29 വരുമ്പോ ആഘോഷിക്കല. കഴിഞ്ഞ വർഷം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നല്ലേ, പിന്നെ കുറെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം വന്നിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടായിരുന്നു ആഘോഷിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ പ്രദീപിന്റെ വീട്ടിലാണ്. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റും അതുപോലെ ആർട്ട് ഡയറക്ടറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ഇപ്പം ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് സ്കൂളിലാണ്? പുന്നാട് നിവേദ്യ വിദ്യാലയത്തിൽ ഇപ്പം ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിണർ, നമുക്ക് ഈ കുടിവെള്ളത്തിനെ കുറിച്ച് കിണറൊന്ന് കാണണ്ടേ? ഇതാണ് കിണർ. ഈ കിണർ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ 2016 തുടങ്ങിയിട്ട് ഇത്രയും ഈ ദിവസം വരെ അതേ വെള്ളം, അത്രയും ഫോഴ്സ് തന്നെയല്ലേ അല്ലേ പ്രദീപ? അത്രയും ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, മോട്ടർ ഉപയോഗിച്ചിട്ടല്ല, ഇങ്ങനെ തനിയെ വെള്ളം വരുന്ന. ചില സമയത്ത് ഇതിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ഒരു അലയടിക്കുന്ന പോലെ വരും അല്ലേ? ഇപ്പോൾ ഒരു ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് 140 അടി 42 മീറ്ററാണ്. 140 അടി 42 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം അന്ന് തന്നെ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ചരിത്രമാണിത്, കാഴ്ചക്കാരുടെ ശ്രദ്ധയ്ക്ക്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളൊന്ന് വീഡിയോയിലൂടെ വായിച്ചോളൂ. അതുമാത്രമല്ല, ഈ പ്രദീപ് നല്ലൊരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞല്ലോ. ആർട്ടിസ്റ്റ് ദാസേട്ടനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിമെന്റിൽ. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഇത് ശകുന്തളയല്ലേ അല്ലേ, ഇതിനോട് ഇണങ്ങിച്ചേരുന്ന കഥാപാത്രമായിട്ട് പ്രദീപിൻ്റെ ഒരു ഭാവനയിൽ സൃഷ്ടിച്ചാണ് ഈ ശകുന്തളയുടെ കയ്യിലൂടെ ശകുന്തളയുടെ കയ്യിലൂടെ തീർത്ഥം തരുന്നതായിട്ട് പ്രദീപിൻ്റെ ഭാവനയിൽ വന്നതാണ്. ഒപ്പം നമ്മുടെ ശകുന്തളയുടെ കൂടെ കളിക്കുന്ന മാൻ ഉണ്ട്, അതുപോലെ നല്ലൊരു തത്തയുണ്ട്. അപ്പൊ ഈ ശില്പം ഉണ്ടാക്കിയത് പ്രദീപാണ്. അതുപോലെ തന്നെ ശകുന്തള ഇരുന്നൊരു പാറക്കല്ല് അല്ലേ, വനാന്തരത്തിന്റെ ഒരു സങ്കല്പമായിട്ട് ഒരു പാറക്കല്ലിൽ ഇരുന്നതായിട്ടാണ്, ഇരുന്നിട്ട് വെള്ളം ഈ തീർത്ഥം കൊടുക്കുന്നതും അല്ലേ, കുടിക്കാൻ കൊടുക്കുന്നതും ആയിട്ടൊരു സങ്കല്പത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വല്യമ്മമാരിൽ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ദൈവീകമായിട്ടല്ലേ, അതെ, ദൈവീകമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം വരാനുള്ള കാരണം എന്നുള്ള സങ്കല്പത്തിൽ വല്യമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പൈസ കൊണ്ട് വെക്കാറുണ്ട് ആൾക്കാർ. പൈസ കൊണ്ട് വെക്കുന്നത് കൊണ്ട് ഇവരിങ്ങനെ കണ്ട് ആയതുകൊണ്ട് ഇവരിവിടെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ജനങ്ങളുടെ ചികിത്സ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. അതായത് നമ്മളെ അറിവിൽ വരുന്ന ഒരു എന്തെങ്കിലും സുഖമില്ലാതെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കോ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭാവന കൂടിയാണ് അല്ലേ. അപ്പൊ
അതാണ് ഈ സങ്കല്പം എന്ന് പറയുമ്പോൾ ഈ പൈസ ഇവിടെ വരുന്നതിന്റെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊന്നും അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നില്ല അല്ലേ. അപ്പൊ ഭണ്ഡാരത്തിൽ വരുന്ന പൈസ ഇങ്ങനെയാണ് അസുഖബാധിതരായ കുട്ടികളായാലും വളരെ പാവപ്പെട്ട ആരായാലും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വെള്ളം ഇത്രയും ഈ 8 വർഷമായിട്ട് നിലക്കാത്ത വെള്ളമുണ്ട് ഇത്രയും. അതുമാത്രമല്ല ഇതിലെ വെള്ളം പോയിട്ട് താഴെ ഒരു ടാങ്ക് ഉണ്ട് അല്ലെ, ടാങ്ക് ഉണ്ടാക്കി അല്ലെ, ആ ടാങ്കിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു 100-ലധികം ആൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറേ ആൾക്കാർ കിണർ കുഴിച്ചതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 100ഓളം വീടുകളിൽ ഇവിടുന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ആ ടാങ്കിലേക്ക് പോകും. ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. എത്ര മിനിറ്റായി? അപ്പോൾ ഈ ഒരു അത്ഭുതം തീർച്ചയായിട്ടും കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഈ പ്രദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ പ്രദീപിനെയും ഒന്ന് പരിചയപ്പെടുത്താമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് കിണറ്റിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് പൈപ്പ് വഴി മാത്രമല്ലേ പോകുന്നതല്ലേ, പൈപ്പ് വഴി. അതുപോലെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ കപ്പയുടെ ഈ ഒരു സാധനം ഇവിടെ ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുമാതിരി ശുദ്ധജലം കുടിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വിദേശികളും സ്വദേശികളായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് വെച്ചിരിക്കുന്നത് നമുക്ക് ശുദ്ധവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം സൂപ്പറാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ശരിക്കും അത്ഭുതം തന്നെയല്ലേ, ഒരു ദൈവികമായിട്ട് ഇത്രയും കാലം ഇങ്ങനെ ഏത് വേനലിലും മഴക്കും ഇതേ കണ്ടീഷനിൽ ഇതിൽ ഒരു കുറവും വന്നിട്ടില്ല അല്ലേ. ഇതേ കണ്ടീഷനിൽ 8 വർഷമായിട്ട് നടക്കുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ പിറന്നാളിന് എന്താന്ന് പരിപാടി? അന്നും ഇതേപോലത്തെ അപ്പോൾ ഈ പിന്നെ 2024 ഏപ്രിൽ 29 ഇതേമാതിരി തന്നെ മെമ്പറും അതുപോലെ പ്രസിഡന്റും എല്ലാം വന്നിട്ട് നാട്ടുകാരെല്ലാം കൂടിയിട്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ 2024 ഏപ്രിൽ 29 അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടി എന്തായാലും വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി നമ്മൾ കണ്ണൂരിന് പുറത്തുള്ള ആൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രപീഠം, അതായത് മുത്തപ്പൻ്റെ ആരൂഢം ഇവിടെയുണ്ട്. അപ്പോൾ നാളെയാണ് ഇവിടുത്തെ ഉത്സവം അല്ലേ. ഫെബ്രുവരി 27, 28 അല്ലേ. ഫെബ്രുവരി 27, 28 തീയതികളിൽ ഇവിടെ ചിത്രപീഠത്തിൽ ഉത്സവമാണ്. ഞാൻ ഇന്ന് വന്നത് പറ്റിപ്പോയി അല്ലേ. നാളെയാണെങ്കിൽ നമുക്ക് അതും കൂടി കാണാമായിരുന്നു അല്ലേ. അപ്പോൾ നോക്കട്ടെ, പറ്റുമെങ്കിൽ നാളെയും വരാം. അപ്പോൾ എല്ലാവരും കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവം, അതിന് മുന്നേ എല്ലാ മലയാള മാസം 1-ാം തീയതി അല്ലേ. എല്ലാ മലയാള മാസം 1-ാം തീയതി വെള്ളാട്ടം ഉണ്ടാവും ഈ ചിത്രപീഠത്തിൽ. അപ്പോൾ അതും കാണാം. എല്ലാ മലയാള മാസം 1-ാം തീയതി എപ്പോൾ തുടങ്ങുന്നത്? വൈകിട്ടല്ലേ. വൈകിട്ട് 6 മണിക്ക് എല്ലാ മലയാള മാസം 1-ാം തീയതി വൈകിട്ട് 6 മണിക്ക് വെള്ളാട്ടം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ ഇതുവഴി മാലൂർ വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് എന്തായാലും ഈ ശുദ്ധജലവും കുടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ആരുടെ സ്ഥാനത്ത് മുത്തപ്പൻ്റെ ആ സ്ഥാനമെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. എന്തായാലും സ്വദേശികളും വിദേശികളുമായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചരിത്രം വിശേഷം. എങ്ങനെ മനസ്സിലായി? ഇത് ഒരു പുരളിമലേന്റെ തീർത്ഥമായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ വരുന്നതും. എന്തായാലും വെള്ളം കുറച്ച് കുടിച്ചാൽ അതിൻ്റെതായ ഗുണവും നമുക്ക് കിട്ടും, ദാഹവും അടങ്ങും. അതുപോലെ ഒരു നല്ലൊരു തീർത്ഥം കുടിച്ച ആ ഒരു സംതൃപ്തിയും ഉണ്ടാവും.
അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലവും കാണുക, മുത്തപ്പൻ്റെ ആരോടും കാണുക, ഇവിടുന്ന് കുറച്ച് വെള്ളവും തീർത്ഥം കുടിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് മടങ്ങാം. അതെടുക്കുക അല്ലേ. പ്രദീപിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം റോഡ് ക്രോസ് ചെയ്തിട്ട് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ഈ ടാങ്കിൽ കൊണ്ടുവന്ന് അതിനുശേഷം ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പും ടാപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പല വീടുകളിലേക്കും കൊടുക്കുന്നത് അല്ലേ പ്രദീപ്? ഇവിടുന്ന് നല്ല വെള്ളം നിയന്ത്രിച്ചിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് വീടുകളിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച. ഈ ടാപ്പ് വഴി, ഈ പൈപ്പ് വഴിയാണ് ഒരുപാട് വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതായത് ഭക്ഷണമില്ലെങ്കിലും വെള്ളവും കുടിച്ചിട്ടെങ്കിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് ഈ കാണുന്നത് അല്ലേ. ദാനം ചെയ്യാൻ വേണ്ടി കിട്ടിയതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. വെള്ളം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ചിരിച്ചിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ദാഹം അകറ്റുന്നല്ലേ അല്ലേ? അതെ, അത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും പറ്റാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെയൊരു അവസരം കിട്ടിയിട്ട് ആൾക്കാർ വിറ്റ് പൈസ ഉണ്ടാക്കാനാണ് നോക്കുക. പക്ഷെ ഇവിടെ ആവുന്നല്ലോ. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ വീട്ടിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അതുപോലെ വരുന്ന ആൾക്കാർക്ക് കുടിക്കാനും ഒക്കെയാണ്. എന്തായാലും സൂപ്പറാണ്. വലിയൊരു അനുഗ്രഹം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ കാണുന്നതും പ്രദീപ് വരച്ചൊരു ചിത്രമാണ്. ഇതും ശകുന്തള തന്നെയാണല്ലേ പ്രദീപ്? ശകുന്തളന്റെ ആരാധകനാ? ഓ പിന്നെ അരയന്നം ഉണ്ട്, മാനുണ്ട് അല്ലേ. സൂപ്പറായിട്ടുണ്ട്. ഇത് ഈ ഒരു സങ്കല്പം പ്രദീപിൻ്റെ ആണെങ്കിലും പ്രദീപിന് സഹായിയായിട്ട് അരുൺ കുമാർ എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അല്ലേ, കേളകത്തുള്ള അല്ലേ. അപ്പോൾ അരുണും ഇതിന് വലിയൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അരുണിൻ്റെ സഹായത്തോടെ പ്രദീപും അരുണും കൂടി ചെയ്തു വെച്ചതാണ് ഇത് അല്ലേ. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.